ഈ BJP കാര്യം വലിയ രസമാണ് വാസ്തവത്തിൽ. അവരിങ്ങനെ പ്രാഞ്ചേട്ടം നോക്കിയിരിക്കുന്ന പോലെ TV നോക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് തങ്ങളുടെ പേര് വരുന്നത്, എപ്പോഴാണ് തങ്ങൾക്ക് പത്മശ്രീ കിട്ടണേ നോക്കിയിരിക്കുക പാവങ്ങൾ. ഇവിടെ കംപ്ലീറ്റ് അടിച്ചു വാരി മെഴുകി വൃത്തിയാക്കി നടക്കാതെ കൊണ്ട് കാലം കുറേ. ശോഭാ സുരേന്ദ്രനും എന്തേറെ കുമ്മനം രാജശേഖരൻ വരെ, രമേശ്, കുമ്മനം രാജശേഖരൻ, KP ശ്രീശൻ, കൃഷ്ണദാസ് എല്ലാവരും ഡെയിലി നോക്കും. എൻ്റെ പേര് വരുന്നുണ്ടോ പത്മശ്രീ മന്ത്രി പദവി. അവർക്ക് വന്നു. കേരളത്തിൽ നിന്നൊരു മന്ത്രി ആരാ? അൽഫോൻസ് കണ്ണന്താനം. പിന്നീട് എനിക്ക് വന്നു സുരേഷ് ഗോപി. അതിലൊന്നും ഇവരുടെ ഈ അടിച്ചുവാരൻ തൊഴിലാളികളുടെ പേരില്ല. അത് കഴിഞ്ഞിട്ട് വടക്കരെ പിടിച്ചിട്ട് വക്താവാക്കിയിട്ടുണ്ട് നമ്മുടെ അബ്ദുള്ളക്കുട്ടി, അവിടുത്തെ പ്രസിഡന്റ്, BJP ദേശീയ പ്രസിഡന്റ് തന്നെയാണല്ലോ വൈസ് പ്രസിഡന്റ്. അപ്പോഴും ഇവിടെ ഏറ് മാത്രമുള്ളൂ, ചോറില്ല, ഏറ് മാത്രമുള്ളൂ പാവങ്ങൾക്ക്. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും വടക്ക് നോക്കിയതിനുള്ള വർക്കൗട്ട് നോക്കിയിരിക്കുകയാണ് പ്രാഞ്ചേട്ടന്മാര്. ഇത്തവണ എനിക്ക് വീഴും. 1 പോയി 2 പോയി 3 പോയി 4 വീഴും, 5ാമത്തെ എനിക്ക് വീഴും. അങ്ങനെ പ്രഖ്യാപനം വന്നു. അവസാനം സമാധാനമായി. കേരളത്തിൽ നിന്ന് ഒരാളെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഞാൻ തന്നെയായിരിക്കും. ആര് വിചാരിച്ചു? ഇവിടെയുള്ള BJP നേതാക്കന്മാര്. അവസാനം പേര് അനൗൺസ് ചെയ്തപ്പോൾ വീണ്ടും പ്രാഞ്ചേട്ടന് ബോധക്ഷയം. അഞ്ജു ബോബി ജോർജ്. ഇനി നോക്കിയിരിക്കാം, അടുത്ത നറുക്ക് വീഴുമെന്ന് നോക്കിയിരിക്കാം, ചാവുന്നവരെ നോക്കിയിരിക്കാം. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് തരം രോഗം ബാധിച്ചിരിക്കുകയാണ്. അവരെ യൂദാസ് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവർക്കിപ്പോൾ യൂദാസിനോടാണ് പ്രിയം. യൂദാസിന്റെ ആവാഹനം നടന്നിരിക്കുകയാണ് അവിടെ. പറഞ്ഞ കേട്ടില്ലേ, നമ്മളെ ഓരോ സ്ഥലങ്ങൾ കണ്ടില്ല, അയാളുടെ മേലെ അയാളുടെ അമ്മൂമ്മ കയറിയിരിക്കുകയാണ്, അയാളുടെ മുതുമുത്തച്ഛൻ കയറിയിരിക്കുകയാണ് തുള്ളുന്നതെന്ന് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞ പോലെ ക്രിസ്ത്യാനിയുടെ മേലെ ഇപ്പോൾ ഈ യൂദാസ് കയറിയിരിക്കുകയാണ്. അവർക്കിപ്പോൾ മറ്റേ മിശിക തമ്പുരാൻ, ജീസസ് ക്രൈസ്റ്റ് ഒന്നും അല്ല അവർക്കിപ്പോൾ യൂദാസാണ് അവരുടെ തമ്പുരാൻ എന്നുള്ള അവസരത്തിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞു വരുന്നത് എഴുതി വെച്ചിട്ടുള്ളതൊക്കെയും അവരുടെ സഭയുടെ നെടുന്തൂണ് ജീസസ് ക്രൈസ്റ്റ് എന്നാ. അങ്ങനെ ആണിയടിച്ചിട്ട് ഫോട്ടോ ഒക്കെ കാണിക്കുള്ളൂ, അന്തസ്സുള്ള ഫോട്ടോ ഒരു കാണിക്കില്ല. ഇതാണ് ഞങ്ങളുടെ നെടുന്തൂണ് തന്നെ കൊഴിഞ്ഞു മറിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇപ്പൊ അതൊക്കെ മാറ്റി ഇപ്പൊ നെടുന്തൂണ് യൂദാസാണ്. സഭയെ ഒറ്റിക്കൊടുക്കുന്നവരാണ് സഭാ നേതൃത്വം എന്ന് വരികയാണ്. അപ്പൊ പിന്നെ അവരെ യൂദാസ് എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. അഭയ കേസ് നമുക്കറിയാലോ. അഭയ കേസ് കഴിഞ്ഞു, കോടതിയിൽ വിധിയായി, എന്നിട്ട് നമ്മൾ അനങ്ങൂല, നമ്മൾക്ക് അതൊന്നൊരു ബാധകമല്ലാന്നല്ലേ ഇരിക്കുന്നത്. ഇതുവരെ കോടതി വിധി ഒരു സൂസൈപ്പാക്യം അദ്ദേഹം മാത്രമാണ് പറഞ്ഞത്. കോടതി വിധി അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എങ്കിലും, അവിടെ ഇവിടെ തൊടിയിക്കാതെങ്കിലും ലോഹയിട്ട് അച്ഛന്മാർ ഈ കുറ്റം ചെയ്തു ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അത് തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട്, കന്യാസ്ത്രീയും തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് അച്ഛനും ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്ന്. സൂസൈപ്പാക്യം അദ്ദേഹത്തോട് ഞാൻ രഹസ്യമായിട്ടൊന്ന് പറഞ്ഞോട്ടെ, സഭാവസ്ത്രം അണിഞ്ഞിട്ടൊന്നുമല്ല ഈ പരിപാടി, വസ്ത്രം അണിയാതെയാണ്. അങ്ങയുടെ മനസ്സിലിരിപ്പ് ശരിയാണ്. സഭാവസ്ത്രം അണിഞ്ഞുകൊണ്ട് ഫാദർ കോട്ടൂരാൻ, സഭാവസ്ത്രം അണിഞ്ഞുകൊണ്ട് മറ്റേ പെണ്ണിന്റെ പേരുന്ന സെഫി, ഇവരൊന്നും ഈ പരിപാടിയിൽ നടത്തിയിട്ടില്ല. സത്യസന്ധരാണ് അവര്. സഭാവസ്ഥയ്ക്ക് ഒരു ഭാഗത്ത് ഊരി വെച്ച് കോട്ടൂരാൻ തന്റെ കോട്ടുകളൊക്കെ ഊരി, പാവം സൂസൈപ്പാക്യത്തിന് അതറിയില്ല. അങ്ങനെ നല്ലൊരു സന്യാസിയാണ്, അതുകൊണ്ട് അങ്ങേർക്ക് അതറിയില്ല. എങ്കിലും പറയാണ്, സഭാവസ്ത്രം ഒന്നും ഇട്ടിട്ട് ആയിരുന്നില്ല കേട്ടോ, പേടിക്കണ്ട. സഭാവസ്ത്രത്തിൽ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല, അതുമ്മ കറ പുരണ്ടിട്ടില്ല. ഇവര്
ഇവര് ഇവര് കൊന്നത് അഭയെ അല്ല. ഇവര് കൊന്നത് അഭയെ അല്ല കൊന്നത്. അഭയെ കൊന്നിട്ട് കെട്ടിടുകയല്ല ചെയ്തത്. ഇവര് കൊന്നത് ക്രിസ്തുവിനെയാണ്. അതിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവര്. ജൂതന്മാർ ക്രിസ്തുവിനെ കൊന്നത് മരത്തുമാണി അടിച്ചിട്ടാ. മരത്തുമാണി അടിക്കുന്നപ്പോ അത്ര വിഷമം ഉണ്ടാവില്ല. ഇവരിപ്പോ സ്വർണത്തിന് ആണിയടിക്കുന്നത്, സ്വർണക്കുരിശുമ്പിൽ ആണിയടിക്കുന്നത്, വെള്ളിക്കുരിശുമ്പിലും. പണ്ട് മരക്കുരിശായിരുന്നു. ആണിയടിക്കുന്ന പരിപാടി നിർത്തിയിട്ടില്ല, ഒറ്റിക്കൊടുക്കുന്ന പരിപാടി നിർത്തിയിട്ടില്ല. അത് ഈ യൂദാസിന്റെ പരിപാടി തന്നെ. അപ്പൊ ഇവര് ക്രിസ്തുവിനെയാണ് കൊന്നത്, സഭയെയാണ് ഇവർ ഒറ്റിക്കൊടുത്തത്, സഭയെയാണ് കൊന്നത്. 30 വെള്ളിക്കാശ് കിട്ടിയപ്പോ യൂദാസ് ഒറ്റിക്കൊടുത്തു. അങ്ങനെ ഒറ്റിക്കൊടുക്കാൻ മടിയില്ലാത്ത ആ യൂദാസിന്റെ സഭയാണ്, യൂദാസുകളുടെ സഭയാണ് ഇപ്പോ ഇന്ന് ക്രിസ്ത്യൻ സഭകൾ. സാധാരണക്കാരായിട്ടുള്ള മീൻപിടുത്തക്കാരായിരുന്നു 12 പേര്, ജീസസ് ക്രൈസ്റ്റിന്റെ പിന്നണി ആളുകൾ. ഇന്നിവിടെയുള്ളത് മുഴുവൻ എല്ലാവരും പറഞ്ഞത്, ഞങ്ങൾ വലിയ വീട്ടിൽ വന്നതാ. സെന്റ് തോമസ് ഒന്ന് നേരിട്ട് മതം മാറ്റിയ വീട്ടിൽ വെട്ടവരാ ഞങ്ങൾ. നമ്പൂരിമാരായിരുന്നു, ഞങ്ങൾ നമ്പൂരിമാരായിരുന്നു. ഇനി നമ്പൂരിയായിട്ട് തുറന്നൂടെ? കുണ്ടുകുളം ഒരു മലയായിരുന്നു. ഇവര് വീട്ടുപേര് മുഴുവൻ കുളവും പുഴയും തോടും ഇതൊക്കെയാണ് ഇവര് വീട്ടും പേര്. എല്ലാം കള്ളത്തരങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള യൂദാസുകളുടെ സഭയായിട്ട് മാറി ഈ മറ്റേ ക്രിസ്ത്യൻ സഭ. അവിടെ യേശു ക്രിസ്തു ഇല്ല. യേശു ക്രിസ്തു അവർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നല്ല. നിങ്ങൾ പോയിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ട് 2 വാക്ക് ചോദിച്ചു നോക്കും. 3ാമത്തെ വാക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല പണിയിട്ട് ചോദിക്കും. ഏതൊരു സിനിമയില് നമ്മളുടെ എങ്ങനെ പറയുക, ലാലു അലക്സ് അങ്ങനെ അച്ഛനായിട്ട് നല്ല വലിയ വലിയ അഭിനേതാവാണല്ലോ. അപ്പൊ ഏതൊരു സിനിമയിൽ ഒരു അച്ഛൻ്റെ പുറത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഏതൊരു പയ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടോ ചെന്നു, ഒന്ന് ഓടേ എന്ന് പറഞ്ഞ പോലെ അത് യേശു ഒന്ന് ഓടേ യേശു സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതാണ് അവരുടെ സ്ഥിതി. അത് വെറുതെ പറഞ്ഞതല്ല, അതാണ് സ്ഥിതി. അവരുടെ മിശിഹാ തമ്പുരാൻ സത്യം പറയട്ടെ ഇപ്പം ആരാന്നറിയോ? ഈശോ മിശിഹായൊന്നുമല്ല, യൂദാസ് മിശിഹയുമല്ല. അവിടെ മിശിഹ മറ്റെന്തായാലും പറയുക തമ്പുരാനിപ്പോ നമ്മളെ വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം തമ്മിൽ അടി നടക്കുന്നുണ്ട് അവിടെ. 2 സഭകൾ തമ്മിൽ, യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും. ആ തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ആരെയെന്നറിയോ? ദൈവത്തിന്റെ സന്തതികളാണ്, ദൈവത്തിന്റെ ദൂതന്മാരാണ്, ദൈവത്തിന് വേണ്ടി ദൈവത്തിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് എന്നൊക്കെ പറയുന്ന ലോഹം ധരിച്ച ആളുകൾ. കൂടുതൽ ആർഭാടത്തോട് ഡെക്കറേഷൻ ചെയ്ത ലോഹം ധരിച്ച ആളുകൾ, കൂർമ്പൻ തൊപ്പി വെച്ചിട്ട് കുന്തവും പിടിച്ച് നടക്കുന്ന ആളുകൾ. ഇവരൊന്നും അല്ല ഇപ്പൊ അവരുടെ മിശിഹ തമ്പുരാക്കന്മാർ. ഇപ്പോ മിശിഹ തമ്പുരാക്കൻ ഡൽഹിയില് വേറെ ആരുമല്ല, സാക്ഷാൽ ദാമോദർ ദാസ്, നരേന്ദ്ര ദാമോദർ ദാസ് മോഡി. അപ്പൊ അവിടേക്കാണ് ഷട്ടിലടിക്കുന്നത്. അവർക്ക് പാത്രിയാർക്കീസിനൊന്നും ഇപ്പൊ വേണ്ട. പാത്രിയാർക്കീസ്, ഗ്രിഗോറിയസ്, ഗൊണോറിയസ്, സിഫിലിസ്, ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അതൊന്നുമല്ല ഇപ്പം മിശിഹ. മോഡിയാണ് ഇപ്പൊ അവരുടെ മിശിഹ. ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. മോഡിയെ കാണുമ്പോൾ ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മധ്യസ്ഥനായിട്ടൊരാളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയുടെ കണ്ണിനെ കണ്ടുകൂടാ. അവർ കൃഷിക്കാരൻ നടന്നിരുന്നേ ഇവിടുന്ന് ഡംപ് ചെയ്ത് അയച്ചല്ലോ മിസോറാം എന്ന് പറഞ്ഞ കുപ്പയിലേക്ക് ഗവർണർ ശ്രീധരൻപിള്ള. അങ്ങനെ വേറെ BJP നേതാക്കളും ഇവരാണ്. മിസോറാമിൽ പിന്നെ വേറെ വലിയ വർക്കൊന്നുമില്ല. ഒരു MP മറ്റോ അവിടെ ഉള്ളൂ. അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ? അവിടെ പോയിട്ട് വെറുതെ ഇരുന്ന് ഉണ്ട് വളിയും വിട്ടിരിക്കുക, അതല്ലേ പറ്റുള്ളൂ, ആയതല്ലേ. അങ്ങനെ ഇപ്പൊ ഇവിടെയാ കേരളത്തിലെ ഗവർണറായിട്ടാണ് ഇപ്പൊ ജോലി. അങ്ങേർക്ക് ഇപ്പൊ കൃഷിക്കാരെന്ന പാപം അവരിൽ നിന്ന് ഒഴിഞ്ഞുപോയി, ക്രിസ്ത്യാനിയിൽ നിന്ന് ഒഴിഞ്ഞുപോയി, ടപ്പേന്ന് ഒഴിഞ്ഞുപോയി. മതം മാറ്റക്കാരെല്ലാവരും നല്ലവരവര്. അതുകൊണ്ട് പോയി കറുവാപ്പസിയില്ല, കറുവാപ്പച്ചി വീട്ടിലേക്ക് വാപ്പച്ചി എന്ന് പറഞ്ഞിട്ട് വാപ്പസിയുമില്ല. അവർക്ക് ആനാമ്പെള്ളം തെളിച്ച് ക്രിസ്ത്യാനികളെ ശുദ്ധി ചെയ്തെടുത്തു BJP-ക്കാർ. ക്രിസ്ത്യൻ സഭകൾക്ക് ഇപ്പോൾ പാത്രിയാർക്കീസ്,
പ്രവൃത്തികളൊന്നും അവർക്ക് വേണ്ട. സുപ്രീം കോടതി വിധി വന്നതാ. സുപ്രീം കോടതി വിധി അവർക്ക് പ്രശ്നമല്ല. മോഡി പ്രണയമാണ് ഇപ്പൊ, ആകെ പ്രളയമാണ്, പ്രണയത്തിന്റെ പ്രണയം, മോഡി പ്രണയം. മോഡി ഈസ് അവർ റെഡീമർ. രക്ഷകൻ മോഡിയാണെന്നാ പറയുന്നത്. ഈ സഭയെ ഈശോ മിശിഹായുടെ സഭ എന്ന് പറയാൻ പറ്റുമോ? ഇതല്ല യൂദാസിന്റെ സഭ. അപ്പൊ അവർക്കൊന്ന് നിവർന്ന് നിൽക്കണം, സുഖിച്ച് ജീവിക്കണം. അതിനിപ്പോ എന്താ മാർഗം? അവിടെ നടക്കുന്ന സകല പ്രശ്നങ്ങളും അതിൽ നിന്ന് മോചനം നടത്തണം. അതിന് പാത്രിയാർക്കത്തിനും കൊണോറിയസിനും പോയിട്ട് കണ്ടിട്ട് കാര്യമില്ല. അപ്പൊ മറ്റേ നരേന്ദ്രമോദിയുടെ കാൽക്കൽ നിന്ന് വീഴുക. അപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യുവദാസുകൾ. ഈ ഒരു അവിഹിത ബന്ധത്തിന്റെ പുതിയ സന്തതിയാണ് വാസ്തവത്തില് ഈ പറഞ്ഞ അഞ്ജു പാബി, ആ പാബി ജോർജ്. ആരും അറിയാതെ പൂച്ച പാല് കുടിക്കുന്ന പോലെയാണ് കർണാടകത്തിൽ പോയിട്ട് യെദ്യൂരയുടെ അപ്പം ചെന്നിട്ട് യെദ്യൂരയുടെ അപ്പം കൊടി വാങ്ങിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ചാട്ടക്കാരി. ഇനി വേറെ ആളുണ്ട് ഇവിടെ, മറുകാടൻ എരപ്പാളി. ആ എരപ്പാളിയുടെ ഭാര്യയും ഇതുപോലെ ചാട്ടക്കാരിയാ. ഇനി അവർക്ക് കിട്ടുമെന്ന് അറിയില്ല, ശ്രമിക്കുന്നുണ്ടാവും. അതിനാണല്ലോ കിടന്ന് ആ നിലവിളിക്കുന്നത്. അന്ന് നിങ്ങൾ രാജ്യസഭയിലേക്ക് പോകുന്നുണ്ടോ ചോദിച്ചപ്പോ എന്നൊക്കെയും പറഞ്ഞു. എന്നിട്ട് എന്തായി? പിറ്റേ ദിവസം ജോലി രാജിവെച്ചു. ചെന്നൈയിൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ജോലി രാജിവെച്ചു. കാര്യം മനസ്സിലായില്ല, രാജ്യസഭ മെമ്പറാകുക അത്രയേ ഉള്ളൂ. ഇപ്പൊ എന്തായി? അൽഫോൻസ് പോയിട്ട് മന്ത്രിയായി, അബ്ദുള്ള കുട്ടി പോയിട്ട് അവിടുത്തെ പരമോന്നത അധികാരിയായിട്ട് മാറി, വടക്കൻ അവരുടെ കാര്യങ്ങൾ പറയുന്ന കാര്യക്കാരനായിട്ട് മാറി. പഞ്ചു ബോബി ജോർജ് പോയിട്ട് രാജ്യസഭ മെമ്പറാവുന്നു, നാളെ മന്ത്രി ആയിക്കൂടാന്നില്ല, സ്പോർട്സ് മന്ത്രി ആയിക്കൂടാന്നില്ല. പാവം ഹിന്ദുത്വവാദികൾ. അവരുടെ കാര്യം കഷ്ടം. ഇന്നലെ വരെ പറഞ്ഞു നടന്നൊരു കാര്യമുണ്ട്. ഈ ഹിന്ദുത്വവാദികളുടെ പുറകിൽ ചിരണ്ടാൻ നടക്കുന്ന കുറേ എണ്ണുണ്ടല്ലോ യൂട്യൂബിലൊക്കെ. അവരെപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാമോ ഗോവൻ ഇൻക്വിസിഷൻ, ഗോവൻ വിചാരണ, പോർച്ചുഗീസിൽ നിന്ന് വന്ന മതദ്രോഹ വിചാരണക്കാര്, അതിൻ്റെ കഥകൾ. കുറച്ചു കാലം മുമ്പ് 1560 മുതൽ 1812 വരെ എത്രയോ കാലഘട്ടത്തോളം നീണ്ടു നിന്ന രീതിയിലുള്ള ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്, ചുട്ടുകളഞ്ഞിട്ടുണ്ട്, ചൂടുള്ള വെള്ളത്തിലിട്ട് പുഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ കഥകളൊക്കെ ഇവിടെ പറഞ്ഞു നടന്നിരുന്നു. ഇതാണ് ക്രിസ്ത്യാനികൾ, കുരിശ് കൃഷിക്കാർ, അവരെ തുടച്ചു മാറ്റണം. ഈ പറഞ്ഞവർക്ക് ഇപ്പൊ എവിടെ? ഹിന്ദുത്വവാദികൾ എവിടെ? ഇപ്പോൾ അവർക്കൊന്നും പറയാനില്ലേ? പിന്നാലെ ഇവരെ ആൾക്കാരെയാണല്ലോ മേലെ കൊണ്ട് വെക്കുന്നത്. ഈ ഗോവൻ ഇൻക്വിസിഷൻ നടത്തിയ ആൾക്കാരെ ഇപ്പൊ വിശുദ്ധരാക്കിയോ നിങ്ങൾ? ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിണ്ടല്ലേ കേട്ടോ. ക്രിസ്ത്യാനികൾ അത് ചെയ്തു, കുരിശ് കൃഷി ചെയ്തുള്ള കാര്യം മിണ്ടല്ലേ കേട്ടോ. ഈ ബോബി ജോർജിനോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. റാഞ്ചിയിലുള്ള റാഞ്ചി ഒരു ക്രിസ്ത്യൻ ഒരു വത്തിക്കാനാക്കി മാറ്റാൻ ശ്രമിച്ചതാണ് അവരെ. ആകെ തല്ലി തകർത്തു. അതുപോലെ ഒറീസയിൽ ഒരു മഠത്തിൽ കയറിയിട്ട് അവിടെ കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തു, കൊലപാതകങ്ങൾ നടത്തി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വലിയ രൂപത്തിൽ അവിടെ അക്രമം നടത്തി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊക്കെയും വിളിച്ചുകൂപ്പി നടന്നിരുന്നു. അതൊക്കെയും ക്രിസ്ത്യാനികൾ എല്ലാ കാലത്തിലും പറഞ്ഞു നടന്നിരുന്ന BJP-കാർ കുറ്റം പറയാൻ. അതൊക്കെയും മറന്നോ ബോബി ജോർജ്? ഇവിടെ ഗ്രഹാം സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. ഗ്രഹാം സ്റ്റെയിൻസ് 2003 2 ആൺമക്കളാണുള്ളത്. അവരെ ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റുകൾ, ബജ്രംഗ് ദള്, അവർ സുവിശേഷകന്മാരായിരുന്നവര്. അവരെ കാറിനകത്തിട്ടിട്ടാണ് പെട്രോൾ ഒഴിച്ച് കൊന്നത്. 2 കുട്ടികളെ അതിനകത്തുണ്ട്, നിരപരാധികളെ കുട്ടികളുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസ് പോട്ടെ, അയാളെ കൊന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടോയെന്ന് വെക്കാം. ഇവിടെ വന്ന് എന്തിനാ സുവിശേഷം നടത്തിയെന്ന് ചോദിച്ചിട്ടായിരിക്കാം അങ്ങനെ ഒരു കുറ്റം പറയും. 2 കുട്ടികൾ എന്ത് ചെയ്തു? ദാരാസിംഗ് ഒരാളെ ചെയ്തത്. അയാളെ തൂക്കിയോളൊന്നും തിരിച്ചിട്ടൊന്നുമില്ല, അയാൾ ജയിലിലും അല്ല.
ഈ കാര്യം പാട്ടുപാടി നടത്തിയിരുന്നല്ലേ? പാണം പാട്ടുപാടി നടക്കുന്ന പോലെ പുത്തൂരും വീട്ടിൽ നിങ്ങൾ പാടി നടന്നതല്ലെങ്കിൽ മറന്നോ ബോബി ജോർജ്? ഇതൊന്നും ഓർമ്മയില്ലേ? നിങ്ങൾക്ക് 2 ആൺമക്കളല്ലേ ഉള്ളത്? അവരെ ചുട്ടുകൊന്ന ആളുകൾ ആ കൂട്ടത്തില് അവർക്ക് വേണ്ടി കൈ പൊക്കാൻ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ രാജ്യസഭയിലേക്ക് പോകുന്നതെന്ന് ഓർത്താൽ നല്ലത്. അങ്ങനെയുള്ള നിങ്ങള് യൂദാസിന്റെ പിൻഗാമികൾ, അല്ലെങ്കിൽ പിന്നെ ആരുടെ പിൻഗാമിയാണ് നിങ്ങൾ? നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. കാരണം കസ്റ്റംസിൽ ജോലിയിൽ നിന്നാൽ ഒരു 10,000, 60,000, 65,000 ശമ്പളം കിട്ടും. അതുകൊണ്ട് ഇപ്പം എന്താക്കാൻ നല്ലൊരു കാറ് വാങ്ങിക്കാൻ പറ്റും? BMW കാറ് വാങ്ങിക്കാൻ പറ്റുമോ? 10 വർഷം കൊണ്ട് ഒരു 6 ലക്ഷം കൊണ്ട് ബാങ്കിലിടാം. എത്രയല്ലേ പറ്റുള്ളൂ? അതുകൊണ്ട് ഇപ്പം എന്ത് കാര്യമുണ്ട്? അപ്പോൾ നല്ല രാഷ്ട്രീയ വഴി തന്നെയാണ്. ഇപ്പൊ നല്ലൊരു ശൂന്യ സ്ഥലമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവിടെ ചെന്ന് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. അവിടെ പോരാത്തിന് പത്മശ്രീയാണ്. അവിടെ റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ച BJPയുടെ. അതിൻ്റെ ഇപ്പോൾ ഇവിടെ യൂദാസുകളുടെ, ക്രിസ്ത്യൻ യൂദാസുകളുടെ ഒഴുക്കാണ് അവിടേക്ക്. അവർ അന്വേഷിച്ച് നടക്കുകയാണ്. വിൽപ്പനയ്ക്കുണ്ടോ, യൂദാസിന്റെ മക്കളെ വിൽപ്പനയ്ക്കുണ്ടോ വെച്ചിട്ട് വിൽപ്പനയ്ക്കായിട്ട് വാങ്ങാൻ വേണ്ടി നടക്കുകയാണ് BJPക്കാർ. മുസ്ലിങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തവരെ അവർക്ക് കിട്ടിയിട്ടില്ല. അവിടെ നടതള്ളിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടായിരിക്കും. സുൽഫത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഉളക്കുട്ടി. പക്ഷെ ഒരു കാര്യം ഉൾപ്പെടെ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള പ്രീണന നയം വെച്ചിട്ട് അവര് 140 സീറ്റിനകത്ത് മിക്കവാറും 70 സീറ്റ് ക്രിസ്ത്യാനികൾക്കായിരിക്കും. പിന്നെ കപട വിശ്വാസികളെ വേണ്ടി ഒരു 10 സീറ്റ് കിട്ടും. പണക്കാർക്ക് സീറ്റ് അത്യന്താപേക്ഷിതമായിട്ട് കൊടുക്കണമല്ലോ, അത് കൊടുക്കും. പിന്നെ SNDP തുഷാറിന് അത് കൊടുക്കണം, നായന്മാർക്ക് കൊടുക്കില്ല. പിന്നെയാണ് സവർണർക്ക്, കുറച്ച് ആൾക്കാർക്ക് സവർണർക്ക് കൊടുക്കുന്നത്. ബാക്കി ഒരു 5-6 എല്ലും കഷ്ണം വരും. അത് PM വേലായുധൻ്റെ ആളുകൾക്കും ഈ പറഞ്ഞ സവർണർ തൊട്ടുകൂടാത്തവർ, തേണ്ടിക്കൂടാത്തവർക്ക് അവര് കിടന്ന് കരയേട്ട നീളം ഉണ്ടാന്ന് വെച്ചിട്ട് ആ എല്ലും കഷ്ണം അവർക്ക് ഇട്ട് കൊടുക്കും. ഏതായാലും ഇതൊക്കെയാണ് ഇനി രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്നത്. ഏതായാലും ക്രിസ്ത്യൻ സഭ വളരെ മധുര മനോഹരമായിട്ട് തെളിയിക്കുകയാണ്. ഞങ്ങളുടെ സഭ യൂദാസിന്റെ പാറപ്പുറത്താണ് ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നത്. ഇതിലെ പത്രോസ് എന്ന പാറപ്പുറത്തായിരുന്നു, ഇളകാത്ത രീതിയിൽ. ഇപ്പൊ യൂദാസിന്റെ പാറപ്പുറത്താണ് പുതിയ സഭ പണിതുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ ബോബി ജോർജ്, 5 ബോബി ജോർജ്. ഏറ്റവും രസം എന്താണെന്നറിയാമോ? ഈ BJPക്കാര് ക്രിസ്ത്യാനികളുടെ പുറകിൽ പോകുന്നു, ഹിന്ദുക്കളൊക്കെ പുറകോട്ടടിക്കുന്നു. ഹിന്ദുക്കൾ കുറെ ആൾക്കാർ ഇവര് ബിഷപ്പ് പാലസിൽ പോകുമ്പോൾ ഹിന്ദുക്കളൊക്കെ AKG സെന്ററിലേക്കാണ് പോകുന്നത്. AKG സെന്ററിലേക്ക് അറിയാലോ. ശോഭയുടെ കാര്യവും KP ശിരീഷിന്റെ കാര്യവും PM വേലായുധന്റെ കാര്യവും പിണങ്ങി നിൽക്കുകയാണ്. ഇനി പിണക്കം മാറ്റാൻ വഴിയുണ്ട്. ഒറ്റ വഴി അങ്ങോട്ട് ചെല്ലുക, എനിക്ക് വിഷ്കടൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുക തന്നെ. വേറെ കേസൊന്നുമില്ല. ഇത്രയും കാലമായിട്ട് അവർ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ പ്രഭാകരിയോ ഒരാളുണ്ട്, അയാൾ വന്നിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിസ്സാരം എന്നാ പറയുന്നത്. പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം, അവരുടെ മനോവേദന അവർക്കെല്ലാം അറിയുള്ളൂ. എന്നിട്ട് പറഞ്ഞു നിസ്സാരം, അത് വരും, ആ കുട്ടി വന്നോളും, കുട്ടികളല്ലേ എന്നുള്ള രീതിയിൽ കളിയാക്കുകയാണ്. അതിന് പുറമെയാണ് ഈ പറയുന്ന ശോഭയുടെ തലയിൽ വലിയൊരു കല്ലുകൊണ്ടിട്ടുള്ളത്. പാലക്കാടാണ് അവർക്ക് എന്തെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നാണക്കേടില്ലാത്ത രീതിയിൽ തോൽക്കാൻ കഴിയുക പാലക്കാടാണ്. അങ്ങനെ കുറെ കാലത്തുണ്ട്. അപ്പോൾ അവാർഡ് ചെയ്തു വെച്ചു. അതിനെ പിടിച്ചിട്ട് ആറ്റിങ്ങിലേക്ക് മാറ്റി MP സ്ഥാനത്തേക്ക്. അടുത്ത MLA ഇലക്ഷന് പാലക്കാട് നിൽക്കാനുള്ള മോഹം അതും ഇനി പറ്റില്ല. അവിടെ നിൽക്കാൻ പോകുന്നത് ആരാ അറിയാമോ? അവിടെ നിൽക്കാൻ പോകുന്നത് ആരാന്നറിയാമോ? പാലക്കാടിന്റെ അഭിമാനമാകാൻ പോവുകയാണ്. കേരളത്തിന്റെ അസംബ്ലിയിൽ തിളങ്ങി വിളങ്ങി നിൽക്കാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് മേയറാവാൻ വേണ്ടിയിട്ട് ഒരാൾ കോട്ടും ധരിച്ച് നടന്നിട്ട് ഒന്നും ആയില്ലല്ലോ. ഇവിടെ കോട്ട് ഇട്ടിട്ടുണ്ട്, MLA കോട്ട്. അത് മറ്റാരുമില്ല. അടുത്ത പാലക്കാട് ഇലക്ഷൻ നിൽക്കാൻ പോകുന്നത് ശശികല. തമിഴ്നാട്ടിലെ ശശികലയല്ലേ, ഇവിടുത്തെ ശശികല ടീച്ചർ, മനസ്സിലായല്ലോ. അതുകൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ശോഭയ്ക്ക് മഞ്ഞൾ കൃഷിക്ക് പോവാം. വേറെ എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ അവർക്ക് അതേ മാർഗമുള്ളൂ. നേതാക്കളും അനുയായികളും പുറകോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് BJPയിൽ നിന്ന്. അപ്പൊ അവര് ചെയ്യുന്ന കക്ഷത്തെ കിളിയെ വിട്ടിട്ട് പറക്കുന്ന കിളിയെ പിടിക്കാൻ നോക്കുകയാണ് അവർ ചെയ്യുന്നത്. കാരണം ക്രിസ്ത്യാനികളൊരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലത്. BJP ഇവിടെ കാണിക്കുന്ന തഗ് എന്ന് പറയും. തഗ്
THUG, വേണ്ടി 2 G വെക്കാം. തഗ് എന്ന് പറയും. ആ കൾട്ടാ കാണിക്കുന്നത്. പണ്ട് തഗ് എന്ന് പറഞ്ഞൊരു ഗോത്രവർഗം ഉണ്ടായിരുന്നു. കൊല്ലുക എന്നുള്ളത് അവരുടെ ഒരു ആചാരമാണ്, അവരുടെ ഒരു പൂജാവിധി എന്ന് പറഞ്ഞ പോലെ അനുഷ്ഠാനമാണ്. പാരൻ ആ വഴിക്ക് സഞ്ചാരികൾ പൈസയും കൊണ്ട് പോകുന്ന സമയത്ത്, സാർത്ഥവാഹ സംഘങ്ങൾ പോകുന്ന സമയത്ത് ഇവർ പുറകിൽ കൂടും, നിങ്ങൾ ഞങ്ങൾ സഹായിക്കാം. അപ്പം അവർ ചോദിക്കും, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കും, അവർക്ക് വഴി പറഞ്ഞു കൊടുക്കും. ആ കൂട്ടത്തിൽ വേറൊരാൾ അവരുടെ കൂട്ടത്തിൽ ചേരും, വേറൊരാൾ കൂട്ടത്തിൽ ചേരും. അപ്പോൾ ഈ യാത്രക്കാർക്ക് സന്തോഷമേ. അവിടുത്തെ ലോക്കൽ ആളുകളൊക്കെ, ആ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ എത്ര നല്ലവരാ, ദേ അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരുന്നു. ഞങ്ങൾക്കൊരു കുടം നല്ല വെള്ളം കിട്ടുമോ, അത് ഇപ്പം കൊണ്ടുവരാം. ഞങ്ങൾക്ക് കുറച്ച് ആട്ടമാവ് കിട്ടുമോ, ദേ ഇപ്പം കൊണ്ടുവരാം. എല്ലാം ഇപ്പം കൊണ്ടുവരാമെന്ന് പറയും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ എവിടെയെങ്കിലും വിശ്രമിക്കുന്നത്, ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലൊന്ന് വിശ്രമിക്കാമല്ലോ. അവിടെ വിശ്രമിക്കുന്നതിന് മുമ്പ് അവിടെ കുഴി കുത്തിയിട്ടുണ്ടായിരിക്കും. ഇവിടെ എത്ര ആളുണ്ടെങ്കിൽ അത്രയും കുഴി അവിടെ കുത്തിയിട്ടുണ്ടായിരിക്കും. വിശ്രമിക്കാതിരിക്കുന്ന സമയത്ത് നാണയം പൊതിഞ്ഞിട്ടുള്ള, നടുവിൽ നാണയം പൊതിഞ്ഞിട്ടുള്ള ഈ ടവല് കൊണ്ട് കഴുത്ത് ഒറ്റ ഇറുക്കലാണ്. ഇവിടുത്തെ കൊള്ളവളി പൊട്ടും ആ വന്ന ആൾക്കാർ. ഇതവരെ അതിന് അവരെ സ്വത്തുകൾ പിടിച്ചെടുക്കുക, അത് അവരുടെ ആചാരം പോലെയാണത്. ഈ ഒരു തഗ്ഗിന്റെ കൾട്ടാണ് വാസ്തവത്തിൽ ഇപ്പൊ BJP-ക്കാര് ഒരു നയമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ക്രിസ്ത്യാനികളോടും അത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അല്ലെങ്കിൽ അറിയാത്ത കുട്ടി അറിയുന്നൊരു സമയമുണ്ടല്ലോ, അപ്പം നിങ്ങൾ അറിയും. അപ്പം ഞങ്ങൾ പറയും അനുഭവി രാജ, അനുഭവി എന്ന്. നമസ്കാരം.